അമ്മമാരുടെ പഴയ സാരി എടുത്തോണ്ട് വന്ന മക്കളെ ഇനി ലക്ഷങ്ങൾ കിട്ടും, ലക്ഷങ്ങൾ. വിശ്വസിക്കോ? കാരണം ഇതുണ്ടോ സരിത സവിത സംഗീത തിയേറ്റർ ഉണ്ടോ? ഇതിന്റെ ഓപ്പോസിറ്റ് നമ്മുടെ കൂരിയൻ ടവർ ഉണ്ട്. ഓക്കെ, ഇവിടെ അകത്തോട്ടാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് അകത്ത് നോക്കാം. ഇവിടെ നമ്മുടെ ചേട്ടൻ ഇപ്പോൾ ചേട്ടാ இந்த சாரிக்கு எத்தனை ரூபாய் கிடைக்கும்னு சொல்லுங்க. നോക്കിട്ട് പറയുക. ഓക്കെ സാർ, ഇവരെ കല്ല ഉറച്ചും പോയി വൈറ്റ് കളർ വന്നതാ ഒറിജിനൽ കസവ്. 40,000 അപ്പൊ 40,000 കൊണ്ടുവാ. 4 സാരി കൊണ്ടുവന്ന് 40,000 രൂപ. അത് കസവ് കൂടുതലുള്ളതാണ്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവന്നാൽ ചുമന്ന കളറിലായിരിക്കും കല്ല് കാണുക. നിങ്ങൾ ശ്രദ്ധിക്കണം, അത് പോകത്തില്ല. കുറച്ച് കാശ് കിടക്കും. ഇവിടെ നിറയെ കസവ് ഇருக்கு. 40,000 പോകും. അപ്പൊ നമ്മൾ പൈസ മേടിച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആണ് എന്നുള്ളത്. ഇതുപോലെ കുറേ ക്രിയേറ്റേഴ്സ് ഇപ്പോൾ സാരി വിറ്റ് കാശാക്കാം എന്ന് പറഞ്ഞിട്ട് പല ഷോപ്പുകളെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് പോലെ നമുക്ക് 10,000, 30,000, 40,000 ഒക്കെ കിട്ടുമെന്ന് നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവരിതൊരു പെയ്ഡ് പ്രൊമോഷനായിട്ട് ചെയ്യുന്ന കാര്യമല്ലേ. പക്ഷെ ചില ആളുകൾ അത് കണ്ണടച്ച് വിശ്വസിച്ചത് കൊണ്ട് അവരവരുടെ സാരികളുമായിട്ട് ഈ പറയുന്ന ഷോപ്പുകളെ സമീപിക്കുകയാണ്. അവരാണെങ്കിൽ ഈ സാരികളൊന്നും മറച്ചു പോലെ നോക്കാതെ ഇതെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് എന്താണ് വാസ്തവം എന്നറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു യൂട്യൂബറും ക്രിയേറ്ററൊക്കെ ആയിട്ടുള്ള ഇറ്റ്സ് മീ കൺമണി എന്ന് അങ്ങനെ എന്താണ് പേജിൻ്റെ പേര്. ഇത് കല്യാണ സാരിയാ. ഇത് 9,000 രൂപ സംതിങ്ങിന്റെ സാരിയാ. ഇതെല്ലാം അവർ കണ്ടപ്പോഴേ നമ്മളോട് പറഞ്ഞില്ലേ എടുക്കത്തില്ല, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉരച്ച് നോക്കി. വീഡിയോ എടുക്കാൻ പോകുന്ന ആൾക്കാരുടെ എല്ലാവരും ഉരച്ച് നോക്കുന്നുണ്ട്. ഉരച്ച് നോക്കിയിട്ട് ഇത് ചെമ്പാ, ഇത് വെള്ളിയ, അങ്ങനെ അവര് പറൂരിന്നൊക്കെ 2 ബാഗ് നിറച്ച് സാരി കൊണ്ടുവന്നിട്ട് അവരവിടെ വഴക്കുണ്ടാക്കരുത്. ഒരെണ്ണമെങ്കിലും എടുത്തെന്ന് പറഞ്ഞാൽ കാരണം അവരുടെ ദൂരത്ത് ഒത്തിരി ഒരു 2 ബാഗ് സാരി കൊണ്ടുവന്നു. ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അത്യാവശ്യം കാര്യം പിടികിട്ടിയിട്ടുണ്ടാവും. ഇനി എന്നിട്ടും കാര്യം മനസ്സിലാകാത്തവരോടായിട്ട് ഞാനൊരു കാര്യം പറയാം. നമ്മൾ വാങ്ങിച്ച സാരി എത്ര രൂപയുടെ സാരിയാണ് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതൊരു 40,000, 50,000 രൂപ കൊടുത്ത് വാങ്ങിയ ഒരു കാഞ്ചീപുരം പട്ടുസാരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവർ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ വല്ല 5,000, 10,000 ഒക്കെ ചിലപ്പോൾ നമുക്ക് കിട്ടുമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ വില കൊടുത്ത് വാങ്ങി എന്ന് പറഞ്ഞിട്ട് പോലും കാര്യമില്ല. നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന സാധനം ഒറിജിനൽ സാധനമായിരിക്കണം. കാഞ്ചീപുരം സാരിയാണ് എന്ന് പറഞ്ഞ് വലിയ വില കൊടുത്ത് നമ്മളെ ആരെങ്കിലും പറ്റിച്ചതാണെങ്കിൽ നമുക്ക് ഈ വിലയൊന്നും കിട്ടാൻ പോകും. പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നവർ കാശ് വാങ്ങി വീഡിയോ ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ എല്ലാ ആളുകളെയും ഈ കടയിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ അവരെടുത്തു പറയാത്തൊരു കാര്യമുണ്ട്, സിന്തറ്റിക് സാരികളൊന്നും ഇവിടെ എടുക്കില്ല. മറിച്ച് വില കൂടിയ പട്ടുകളുടെ സാരികൾ മാത്രമേ ഇവിടെ എടുക്കൂ എന്നുള്ളൊരു കാര്യം ഇവർ പറയുന്നില്ല. സാരിയുടെ പ്രൊമോഷൻ അല്ല, എന്ത് വലിയ വലിയ പ്രൊമോഷൻ ആണെങ്കിലും ഇതുപോലുള്ള വലിയ വലിയ ക്രിയേറ്റേഴ്സ് ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ ആരും കണ്ണടച്ച് വിശ്വസിക്കരുത്. അവർ ഇത് കാശിന് വേണ്ടി ചെയ്യുന്നതാണ്, സ്വാഭാവികം. സോ അതുകൊണ്ട് അവർക്ക് ചില കാര്യങ്ങൾ തുറന്ന് പറയാൻ അങ്ങോട്ട് പറ്റത്തില്ല. അവർക്ക് പൈസ വേണം, അല്ലാതെ നിങ്ങളുടെ ഉന്നമനമൊന്നും അല്ല അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വിശ്വസിച്ചിട്ട് വെറുതെ അമ്മയുടെയും പെങ്ങളുടെയും മയയിൽ വിരിച്ചിട്ടിരിക്കുന്ന സാരിയൊക്കെ എടുത്തുകൊണ്ട് പോയി കാശുണ്ടാക്കാൻ വേണ്ടി ഈ കടയിലോട്ടൊന്നും ചെന്നിട്ട് ഒരു കാര്യമില്ല. നല്ല വില കൂടിയ സാരിയാണെന്നുണ്ടെങ്കിൽ, അതും കാഞ്ചീപുരം പോലുള്ള വില കൂടിയ പട്ടുകളുടെ സാരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ സിന്തറ്റിക് സാരികൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അത് പിന്നെ നമുക്ക് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ലേ. നമ്മൾ 500-നും 1,000-നും 2,000-നും വാങ്ങിയ സാരിക്ക് എങ്ങനെയാണ് ഈ 5,000, 10,000 ഒക്കെ കിട്ടുക? ഒരു സാധ്യതയില്ല. എന്തായാലും വീണ്ടും ഒരിക്കൽ കൂടി ക്രിയേറ്റേഴ്സ് നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുകയാണ്, ഇവർ പറയുന്ന വാക്കും വിശ്വസിച്ച് നമ്മൾ ആരും അങ്ങോട്ട് ചെല്ലണ്ട, ഞങ്ങൾ ഇത് പെയ്ഡ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചെയ്തു പോയതാണ് എന്നുള്ളത്.